ഇന്നത്തെ റെസിപ്പി കുമ്മായം. നമ്മുടെ ചുമരിനടിക്കുന്ന കുമ്മായം അല്ല കേട്ടോ. ഇത് തമിഴ്നാട്ടിൽ ആടിമാസത്തിൽ ദേഹരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് കേട്ടോ. ഇത് തമിഴ്നാട്ടിൽ ചെട്ടിനാട് സ്പെഷ്യലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പ്രസവിച്ച് മുലയൂട്ടുന്ന അമ്മമാർക്കും പുതുതായി പീരീഡ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെയധികം നല്ലതാണ്. അത്രയ്ക്കും പ്രോട്ടീൻ ആൻഡ് അയൺ റിച്ച് ആണ് ഈ ഒരു സ്വീറ്റ്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ റെസിപ്പിയിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നുപരിപ്പ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് ചെറുപയർ പരിപ്പാണ്. അത് ഉഴുന്നുപരിപ്പിന്റെ പകുതി 1/2 കപ്പ് വേണം. അത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ചെറുപയർ പരിപ്പിന്റെയും പകുതി, അതായത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ശർക്കരയാണ്. ഇതിന് പകരം കരിപ്പട്ടിയോ തെങ്ങിൻ ചക്കരയോ അങ്ങനെ എന്ത് വേണേ എടുക്കാം കേട്ടോ. ഒരു 200 ഗ്രാം വേണം. ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും വേണം കേട്ടോ. 3 കപ്പ് എന്തായാലും മസ്റ്റാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്വീറ്റ് കല്ല് പോലെ ആയിപ്പോവും. ശർക്കരയും വെള്ളവും ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അത് അവിടുന്ന് അലിയട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് നോക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അത് ആദ്യം ചെയ്യാം. ഒരു പാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. കഴുകി വൃത്തിയാക്കിയ ഉണക്കിയെടുത്ത ഉഴുന്നുപരിപ്പ്. അത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എടുത്തു മാറ്റണം. ഇപ്പോൾ ഏകദേശം ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതൊരു തണിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ചെറുപയർ പരിപ്പും നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. പാത്രത്തിലേക്ക് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളം തീയിൽ അത് ഡ്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതും ഏകദേശം ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എടുത്തു മാറ്റി ഒരു തണിഞ്ഞ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ച 1/4 കപ്പ് പച്ചരിയാണ്. അതും ഇതേപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ അത് എടുത്തു മാറ്റി നമ്മൾ നേരത്തെ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു കൂൾ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത 3 ഇൻഗ്രീഡിയൻസും ഒരു പാത്രത്തിൽ, ഒരു പരന്ന പാത്രത്തിലുണ്ട്. അതൊന്ന് വാം സ്റ്റേജിൽ എത്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമ്മൾ ഉരുക്കാൻ വെച്ച ശർക്കര അതൊന്ന് പാകമായിട്ടുണ്ട്, ഉരുക്കി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കണം. ശർക്കരയും അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസ് വാം സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഒരു ചെറിയ തരിതരിപ്പോട് കൂടി ആയാലും കുഴപ്പമില്ല. വലിയ വലിയ കഷ്ണങ്ങൾ ഉണ്ടാവരുത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതായിപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. എന്തിനാ അരിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ തരികളില്ലാതിരിക്കാനാണ്. പക്ഷെ ഇന്ന് ഞാൻ ഒരു ചെറിയ തരിയോടെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. സാധാരണ ആടിക്കുമ്മായ ഉണ്ടാക്കുന്നത് തീരെ ഫൈൻ പൊടി കൊണ്ടാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ഫൈൻ പൊടി കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതപ്പോൾ ബാക്കി വന്ന തരി ഞാൻ കളയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ആടിക്കുമ്മായത്തിൻ്റെ കുമ്മായപ്പൊടി ഇവിടെ റെഡിയാണ്. ഇതിൽ നിന്ന് 1 കപ്പ് മാത്രമേ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ കുമ്മായം ഉണ്ടാക്കാൻ വേണ്ടി. ബാക്കിയുള്ളത് പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് കുമ്മായം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് നെയ്യ് നല്ലോണം ആവശ്യം വരും കേട്ടോ. നെയ്യ് ആവശ്യത്തിനില്ലെങ്കിലും ഇത് കല്ലുപോലെ ആയിപ്പോവും. നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ആടിക്കുമ്മായത്തിൽ സാധാരണ കാഷ്യൂ നട്ട്സ് ചേർക്കാറില്ല, അല്ലാതെ തന്നെയാണ് കഴിക്കാറെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാനൊരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 45 സെക്കൻഡ് നേരം ഒന്ന് ഗീ റോസ്റ്റ് ചെയ്യണം. 45 സെക്കൻഡ് നേരം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു മൈസൂർ പാക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബേസൻ ലഡുവിൻ്റെ ഒക്കെ ഒരു മണം വരും.
അത്രയും നേരം നമുക്കൊന്ന് ഗീ റോസ്റ്റ് ചെയ്യണം. നെയ്യ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ അവസാനം പറയാം കേട്ടോ ഞാൻ ടോട്ടൽ എത്ര നെയ്യാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന്. ഇതാ ഇപ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. കട്ടകളൊക്കെ നന്നായി ഉടച്ചതിന് ശേഷവും ഇളക്കി കൊടുക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുക. അതൊരു 3 മുതൽ 4 മിനിറ്റ് വരെ അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് പാനിൽ നിന്ന് ആ ഹൽവ പരുവത്തിലായി വരുന്നത് വരെ, പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കാം കേട്ടോ. ഇതേപോലെ ആയി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊരു സ്റ്റീൽ പാൻ ആയതുകൊണ്ടാണ് സൈഡിലൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കറക്റ്റ് ക്ലീൻ ആയിട്ട് ഒട്ടാതെ കിട്ടും. ഇനിയല്ല നമുക്കിത് ഒട്ടാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരുപാട് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ടോട്ടൽ 6 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. അതിലും കൂടുതൽ ചേർക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തിയത് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആടിക്കുമ്മായം റെഡിയാണ്. ഞാൻ ഒരു സ്വീറ്റ് പ്രൊമോട്ടർ അല്ല, പക്ഷേ ഈ ഒരു ഡിഷ് ഇത് ഒരു ട്രഡീഷണൽ ഡിഷാണ്. ഇതിനൊരു കൾച്ചറൽ സിഗ്നിഫിക്കൻസും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ മാസത്തിൽ തന്നെ, കർക്കിടക മാസത്തിൽ തന്നെ നമ്മുടെ പാരലലായിട്ടാണ് അവർക്ക് ആടിമാസവും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ മാസത്തിൽ ഈ ഒരു ഡിഷ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇത് വീട്ടിൽ ട്രൈ ചെയ്യൂ കേട്ടോ. ഞാൻ നിർബന്ധിക്കില്ല, സ്വീറ്റ് ആയതുകൊണ്ട്. എന്തായാലും ഇത്രയും ടൈം എടുത്ത് ഈ വീഡിയോ കണ്ടതിന് ഒരു വലിയ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.